ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിമിറ്റർ ഫാബ്രിക്കിൽ ബാട്ടി പ്രിന്റുകളുമായിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിനകത്ത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ബാട്ടി പ്രിന്റുകൾ വരുന്നു. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പിങ്കിന്റെ ഉള്ളിലേക്ക് തന്നെ അതിന്റെ ഒരു കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്, അതിന്റെ ചെറിയൊരു ത്രെഡ് ഇതിലേക്കും കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ത്രെഡ് ഇതിലേക്കും പോകുന്നുണ്ട്. ഓഫ് വൈറ്റ് കളർ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ ബോഡിയിലേക്ക് പോകുന്നു. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും പോകുന്നത്. രണ്ട് സൈഡിലും ഈ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണിത്. 48-49 നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് കേട്ടോ വരുന്നത്. ഷോൾ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു പിങ്കിന്റെയും ഒലിവ് ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലാണ് ഷോൾ വരുന്നത്. ഇതിലേക്കും ബാട്ടി പ്രിന്റിന്റെ ബോർഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിലെല്ലാം ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. ഇതല്ലോ രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ ഷോളിന്റെ എൻഡിൽ രണ്ട് എൻഡിലേക്കും ആ ഒരു ടോപ്പിന്റെ അതേ പ്രിന്റുകളും കളർ ഷെയ്ഡും ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2.5 മീറ്റർ ഷോളും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്തിൽ നമുക്ക് ടോപ്പും ഷോളും വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ആ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെയാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിന്റെ എൻഡിലേക്കും ആ ഒരു ബാട്ടി പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു എന്താ പറയാ, ഇത് കണ്ടോ, ഒരു പലാസോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണ്ട് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഈ രണ്ട് സൈഡിലേക്കും രണ്ട് ടോപ്പ് ബോട്ടത്തിന്റെ രണ്ട് സൈഡിലും കൊടുക്കാനുള്ള ആ ഒരു പ്രിന്റുകളും ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതൊരു 48-49 ഇതിനും ലെങ്ത് വരുന്നുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ ഒരു 40-43 വരെ വിഡ്ത്തും വരുന്നുണ്ട് കേട്ടോ. ടോപ്പിനാണെങ്കിലും ബോട്ടത്തിനാണെങ്കിലും മെറ്റീരിയൽ അത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതാ ആ ഒരു പ്രിന്റിന്റെ ഒരു പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. രണ്ട് സൈഡിലേക്കും സെയിം തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ഇതിനകത്തൊരു ബ്ലൂ ആണ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലൂവും ഗ്രീനും ആണ് ഇതിലേക്ക് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ലെങ്ത് ഉള്ള ഷോളാണ് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് തന്നെ രണ്ട് സൈഡിൽ രണ്ടിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രിക്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ് അല്ലേ. സെയിം തന്നെ വരുന്നു. രണ്ട് സൈഡിലേക്കും ആ ഒരു പ്രിന്റുകളുടെ പാറ്റേൺ എല്ലാം സെയിം ആണ്. ഇതുപോലെ ഷോള് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലേക്കാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനുമാണ് കേട്ടോ. ഇങ്ങനെ എൻഡിലേക്ക് വരുമ്പം ആ ടോപ്പിന്റെ അതേ പ്രിന്റ് കളർ ഷെയ്ഡും വരും. ഇതുപോലെ ബോട്ടം വരുന്നതും ആ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് ഇങ്ങനെ. 849 ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. പ്രിന്റുകൾ വരുന്നത് സെയിം ആണ്. ഓപ്പോസിറ്റ് സൈഡും സെയിം ആയിട്ട് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇങ്ങനെ ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട്. എൻഡിലേക്ക് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ബോട്ടത്തിലേക്കും ആ ഒരു പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. പ്രിന്റുകളുടെ പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയിട്ട് തന്നെ വരുന്നു. നല്ല തെളിഞ്ഞ കളറാണ്. എല്ലാം നല്ല നല്ല ഷെയ്ഡുകളാണ്. ഇതിനകത്തേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയാട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത്. ബോട്ടം വരുന്നതും ആ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ ഇതുപോലെ. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. പ്രിന്റുകൾ വരുന്നത് സെയിം തന്നെയാണ്. ബാക്ക് സൈഡിലേക്കും സെയിം തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ നല്ലൊരു പേസ്റ്റൽ പിങ്ക് ടോണിലേക്കാണ് ഷോള് വരുന്നത്. ഇങ്ങനെ ഷോളിന്റെ എൻഡിലേക്ക് ആ ടോപ്പിലെ ആ ഒരു സെയിം പ്രിന്റുകളും കളർ ഷെയ്ഡും വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. പ്രിന്റുകൾ സെയിം ആയിട്ട് വരുന്നു. ഓപ്പോസിറ്റ് സൈഡും സെയിം തന്നെ. ഷോള് വരുന്നത് ഇതുപോലെ. എല്ലാം നല്ല കോമ്പിനേഷൻ ആണ്. രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നത് സ്കാറ്റേർഡ് ആയിട്ടും ഹെവി ആയിട്ട് ആ ഒരു ബാട്ടി പ്രിന്റിന്റെ ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ബോട്ടം വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലേക്കാണ്. സെയിം തന്നെ വരുന്നു എല്ലാം. ബാക്ക് സൈഡ് ഇങ്ങനെ. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. എല്ലാം നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ വരുന്നത്. നല്ലൊരു വൈൻ ഷെയ്ഡിലേക്കാണ് കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ബോട്ടം വരുന്നതും സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഇങ്ങനെ വിത്ത് പ്രിന്റുകളോട് കൂടിയിട്ടാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് കേട്ടോ. സെയിം പ്രിന്റുകൾ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് അതിന്റെ കോൺട്രാസ്റ്റ് കളർ വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ഷോളാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നമുക്ക് പെയർ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് കിടക്കും.
ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡും കൂടെ വരുമ്പോൾ ഇതുപോലെ. ബോട്ടം വരുന്നത് ഇങ്ങനെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്തൊന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ കോൺട്രാസ്റ്റ്. ഇപ്പൊ ഇതിനകത്ത് കോൺട്രാസ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിന്റെ ഒരു ത്രെഡും കൂടി ഇതിലേക്ക് കയറി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കളർ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും ഡബിൾ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ അത് ആ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബ്രൗൺ കളറാണ് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് കണ്ടോ. ഈ ഒരു ത്രെഡും കൂടി ഇതിലേക്ക് കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതുപോലെ. ബോട്ടം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രിന്റഡ് ആയിട്ടാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിന്റെ എൻഡിലേക്ക് ഈ ഒരു പ്രിന്റ് രണ്ട് സൈഡിലേക്കും വരും കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ എല്ലാവരും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. 15 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ഗിവ് അവേയിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഡാലിയ കളക്ഷൻസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.